ഇന്ന് ചരിത്രം കണ്ടെത്തിയ ഈജിപ്തിലെ ഒരു സത്യത്തെ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കൃത്യമായി പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഫറോ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഫറോ എന്നായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അധികാരനാമമാണ്. പുരാതന ഈജിപ്തിൽ ന്യൂ കിങ്ഡം എന്ന കാലഘട്ടത്തിന് ശേഷമാണ് രാജാക്കന്മാരെ ഫറോ എന്ന് വിളിച്ചു തുടങ്ങിയത്. ഇത് ഏൻഷ്യന്റ് ഈജിപ്തിലെ പുരാതന ഭാഷയിലെ പെർ എന്ന വാക്കിൽ നിന്നുമാണ് വന്നത്. പെർ എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരം എന്നാണ് അതിന്റെ അർത്ഥം. ആദ്യകാലങ്ങളിൽ രാജ്യം ഭരിക്കുന്ന രാജാവ് വസിക്കുന്ന കൊട്ടാരത്തെയാണ് പെർ എന്ന് വിളിച്ചിരുന്നത്. പിന്നീട് ന്യൂ കിങ്ഡം കാലഘട്ടത്തിന് ശേഷം ആ കൊട്ടാരത്തിൽ നിന്നും രാജ്യം ഭരിക്കുന്ന രാജാവിനെ ഫറോ എന്ന് വിളിച്ചു തുടങ്ങി. പുരാതന ഈജിപ്തിലെ ഈ രഹസ്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളോളം ലോകത്തിന് അറിയില്ലായിരുന്നു. ഇതറിഞ്ഞത് 1798 ഫ്രഞ്ച് സൈനിക നേതാവായ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്തിലേക്ക് ഒരു സൈനിക യാത്ര നടത്തി. അദ്ദേഹത്തിന്റെ കൂടെ ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അവരുടെ ഗവേഷണത്താൽ ഈജിപ്തിലെ പ്രധാന ശിലാഫലകമായ റോസറ്റ സ്റ്റോൺ അവർ കണ്ടെത്തി. ഈ ചിത്രലിപികൾ അന്നവർക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീട് 1822 ഫ്രഞ്ച് ഭാഷാശാസ്ത്രജ്ഞനായ ജീൻ കമ്പോളിയൻ ഈ ചിത്രലിപികളെ വളരെ വ്യക്തമായി വായിച്ചെടുത്തു. അതിനുശേഷമാണ് ലോകം പുരാതന ഈജിപ്തിലെ ഒരുപാട് രഹസ്യങ്ങൾ അറിഞ്ഞത്. പുരാതന ഈജിപ്തിൽ ന്യൂ കിങ്ഡം എന്നൊരു കാലഘട്ടത്തിന് മുൻപുള്ള രാജാക്കന്മാരെ ഫറോ എന്ന് വിളിച്ചിരുന്നില്ല. ഹൈറോഗ്ലിഫിക്സ് ചിത്രലിപികൾ പ്രകാരം അതിനു മുൻപുള്ള രാജാക്കന്മാരെ കിങ്, രാജാവ് എന്ന അർത്ഥത്തിലുള്ള പദങ്ങളായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. ഖുർആനിലെ ശ്രദ്ധേയമായൊരു കൃത്യത മിസ്രിൽ, അതായത് പുരാതന ഈജിപ്തിൽ 2 പ്രവാചകന്മാരുടെ ചരിത്രം, അതായത് മൂസാ നബിയുടെ കാലഘട്ടം ഖുർആൻ വിശദീകരിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന പരമോന്നതനായിട്ടുള്ള രാജാവിനെ ഫറോവ, ഫിർഔൻ എന്ന് തന്നെയാണ് ഖുർആൻ വിളിക്കുന്നത്. അവിടെ രാജാവ് എന്ന് എവിടെയും യൂസ് ചെയ്യുന്നില്ല. എന്നാൽ അതേ മിസ്രിൽ തന്നെ, ഈജിപ്തിൽ തന്നെ അതിനു മുമ്പ് ജീവിച്ച ഒരു പ്രവാചകന്റെ ചരിത്രം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം. അന്നുണ്ടായിരുന്ന പരമോന്നതനായിട്ടുള്ള രാജാവ്, അദ്ദേഹം ഒരു വിവേകമുള്ള രാജാവായിരുന്നു. സൂറത്ത് യൂസുഫിൽ 5ഓളം തവണ മാലിക് എന്ന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഫിർഔൻ എന്ന് യൂസ് ചെയ്യുന്നില്ല. വഖാലൽ മാലിക്കു, രാജാവ് പറഞ്ഞു. അവിടെ ഫിർഔൻ എന്ന് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ അതേ രാജ്യത്ത് കാലഘട്ടത്തിന് ശേഷം മൂസാ നബിയുടെ ചരിത്രത്തിൽ ഫിർഔൻ എന്ന് മാത്രം ഖുർആൻ യൂസ് ചെയ്യുന്നു. ഇത് 1822 ഹൈറോഗ്ലിഫിക്സിലൂടെ, ചിത്രലിപിയിലൂടെ നമ്മളറിഞ്ഞ വലിയൊരു സത്യം. അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഖുർആൻ എങ്ങനെ പറഞ്ഞു? ചരിത്രത്തിലെ എല്ലാ ഏടുകളും അറിയുന്ന സർവ്വലോക രക്ഷിതാവിന്റെ വാക്കാണ് ഇത് എന്നതിന് ഇനി മറ്റെന്ത് തെളിവുകളാണ് വേണ്ടത്?